ഗൈസ് ഞാൻ അവിടെ നിന്ന് എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് പോയതുകൊണ്ട് പറഞ്ഞാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. ഞങ്ങൾ ടൂർ പോകുന്നതിന് ഒന്നാമത്തെ സ്ഥലമാണ് തങ്കിപ്പള്ളി. ഇവിടെ നിന്ന് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഇവിടെ നിറച്ചിരുന്നു നല്ല കാണാനായിട്ട് നിറച്ചും കൊന്തകൾ, ബുക്സ്, എക്സ്ട്രാ അതിൻ്റെ ഇടയ്ക്കാണ്ട് ഒരുക്കി പോയിട്ട് അവിടെ മറ്റേ തങ്കിപ്പള്ളി കഷണം എടുത്തിട്ട് നൈസായിട്ട് അങ്ങ് എടുത്ത് നോക്കുവാണ്. നമ്മൾ ഇവിടെ വെക്കാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഇവിടെ ഇവിടെ കണ്ടോ നിറച്ചും ആൾക്കാരാണ്, ആൾക്കാരുടെ മേളമാണ്. അതിൻ്റെ പറ്റി കുറേ സ്ഥലങ്ങൾ ഇവിടെയാണ് ഇപ്പോൾ വീട്ടിൽ കറങ്ങലോ ഇവിടെ പോസ്റ്റ് അടിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഫാൻ്റെ അടിയിലായിരുന്നു, പക്ഷെ ഫാൻ കറങ്ങുന്നത്. ഞാൻ എന്തൊക്കെയോ ഭാഷകളൊക്കെ കാണിക്കുന്നുണ്ട്. തലമുടിയൊക്കെ ഒരു വകുപ്പിലായി കണ്ടോ, ഇരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട്. എങ്ങനെ ഇട്ടുകൊണ്ട് വന്നാണ് കാര്യമായിട്ടുള്ള പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ടൂർ ബസ്സിൽ കയറി. പിന്നെ സത്യം പറഞ്ഞി ഈ ഒരു സെറ്റ് ഇട്ടിട്ടില്ല. ഞങ്ങളവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും സത്യം പറഞ്ഞാൽ അവിടെ ശരിക്കും മറന്നിരിക്കാണ്. ഞാൻ ശരിക്കും ഒരു മറന്നു കിട്ടും. ഇപ്പോഴാണ് ഇവിടെ ഓർക്കുന്നത്. അത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ഈശ്വര മുടി വളരുന്ന സ്ഥലത്താണ്. ഇതാണ് കേട്ടോ മുടി വരുന്നത്. ഒരു ഫോട്ടോ മാത്രമാണ്. രൂപം നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു സ്റ്റാറിൻ്റെ ഉള്ളിൽ പുലിക്കൂട് പണിത് വെച്ചേക്കണം. എനിക്കിപ്പോൾ എന്ത് രസം കാണാനറിയാം. നല്ല രസമുണ്ടായിരുന്നു. അത് നോക്കി കുറച്ച് നേരം നിന്നു. പിന്നെ ഞങ്ങൾ ഇത് നല്ല ദിത്തികാരണത്തിന് അരിയാണ് കേട്ടോ. അവിടെ അരി മേടിക്കുന്നു, നേർച്ച ഇടണം. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ ഉള്ളിലോട്ട് കയറി. അതിനകത്ത് നമ്മളിങ്ങനെ പോയിട്ട് ഇതുപോലെ ഇതാണ് കേട്ടോ നമ്മുടെ രൂപം. രൂപം നമുക്ക് തന്നെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ രൂപം, ഈശോയുടെ രൂപമാണ്. മുടി വളർത്തുന്നത് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു അരിക്കിട്ട് വയ്ക്കണം. അങ്ങനെ ഞങ്ങളിത് അത് വയ്ക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വച്ചു രണ്ടുപേരും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് വെച്ചു. ഇതാണ് കേട്ടോ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉള്ളിൽ ഉള്ള സീനറി കേട്ടോ. ഇവിടെ നോക്കിയിട്ട് 12 ശിഷ്യന്മാരുടെ ഫുഡ് ഇങ്ങനെ നമ്മുടെ പെസഹായിൽ ആ ഒരു ടൈമില്ലേ, അതാണല്ലോ. ഇവിടെ നിന്ന് കുറേ രൂപങ്ങളുണ്ട്. ഞാൻ കുറേ രൂപങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ട രൂപങ്ങൾ. പിന്നെ ഒരു രൂപത്തിൻ്റെ അങ്ങനെ മാതാവിന് നല്ല കമ്മൽ സ്വർണ്ണത്തിന് ഇട്ട് അതിനെടുക്കാൻ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എല്ലാ രൂപങ്ങളെയും വണങ്ങി നിൽക്കുവാണ് കേട്ടോ. ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ ടോയ്ലറ്റിലേക്ക് നടന്നു. ഇതൊക്കെ കണ്ടോ, ഈ പനയിലൊക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ സംഭവം കണ്ടത് അവിടെ നിന്ന് കണ്ടിട്ട് നല്ല ക്രിസ്മസ് പാപ്പ സ്റ്റാറിൻ്റെ ഉള്ളിൽ നിൽക്കണം. ഇതുപോലെ ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഈ രൂപമൊക്കെ കാണാൻ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. ഇത് പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. ടാറ്റ.